ഹായ് ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 4:15 അവറായി. നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു 25 വർഷം ചെറുപ്പം തൊട്ടേ എൻ്റെ ഉള്ളൊരു ആഗ്രഹമാണ് നമ്മളിന്ന് നടത്താൻ പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എത്ര വലിയ ആഗ്രഹം എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കാം. പക്ഷേ കാര്യമായിട്ടുള്ള അത്ര വലിയ ആഗ്രഹമൊന്നുമല്ല. ഒരു ധർമ്മലിംഗ മല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോയമ്പത്തൂർ എത്രയായിട്ട് മുന്നേ മധുക്കരയിൽ ഒരു മലയുണ്ട്. ആ മല കയറാൻ പോകലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ചെറുപ്പം തൊട്ടേ എനിക്ക് അവിടേക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് കോയമ്പത്തൂർ എത്താറായിരുന്നു. എൻ്റെ അമ്മയുടെ കൂടെ ചെറുപ്പത്തിൽ ഞങ്ങൾ KSRTC ഗുരുവായൂർ KSRTC കയറിയിട്ട് കോയമ്പത്തൂർ ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കോയമ്പത്തൂർ എത്താറായി എന്ന് അറിയണ ഒരു സിഗ്നലായിരുന്നു ഈ ധർമ്മലിംഗ മല എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ എനിക്കറിയില്ല, കാരണം ഞാൻ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ മല കാണുമ്പോഴാണ് എനിക്കറിയാം കോയമ്പത്തൂർ എത്താറായി എന്നുള്ളൊരു സിഗ്നലാണ് എൻ്റെ. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ വിചാരിച്ചുള്ളൊരു കാര്യമാണ് എനിക്ക് ആ മലയുടെ മുകളിൽ എന്തായാലും ഒരു ദിവസം പോകുന്നത്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, കോയമ്പത്തൂർ എത്താനായിട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിൽ മലയുടെ മുകളിലേക്ക് കുറേ സ്റ്റെപ്പായിട്ട് ഉള്ളൊരു അമ്പലം. അപ്പോൾ ആ അമ്പലമാണത്. അപ്പോൾ ആ അമ്പലത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. നമ്മുടെ നൈറ്റ്, നമ്മുടെ ഗറില്ലയുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതി കേട്ടോ, ഹിമാലയൻ്റെ ലൈറ്റൊക്കെ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ധർമ്മലിംഗമലയുടെ അവിടെ എത്തി. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോഴല്ലേ നമ്മുടെ മല ഫുള്ളും മഞ്ഞിൽ മുങ്ങി നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ മഞ്ഞ് മൂടി നിൽക്കുന്ന സ്ഥലത്താണ് നമ്മുടെ അമ്പലം ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മഞ്ഞ് പോകുന്നതിനെക്കാട്ടും മുന്നേ അമ്പലത്തിലേക്ക് എത്താൻ നോക്കാം. അപ്പോൾ പതുക്കയിൽ പണി നടക്കുന്ന കാര്യം ഞാനിപ്പോൾ ഒരു ഉള്ളിലേക്കൂടെ കയറിയിട്ടാണ് പോകുന്നത്. ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പതുക്കര നമ്മൾ കോയമ്പത്തൂർക്കുള്ള റോഡ് ഹൈവേയിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നുകിൽ മധുക്കര വഴി പോകണം. ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ റോട്ടിൽ കൂടെ വരാം. ഞാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ കൂടെ ഉള്ള റോഡാണ്. ഇതിലൂടെ കാറ് കൊണ്ടുവരാം, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ പെടും. അപ്പോൾ അതുകൊണ്ട് ബൈക്കിൽ കയറുന്നവർക്ക് സുഖമാണ് ഈ വഴി കൂടെ വരാൻ. അങ്ങനെ ഇപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1000 സ്റ്റെപ്പിൻ്റെ അടുത്തുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോഴൊരു വ്യൂ ഉണ്ടോ, നമ്മുടെ ഹൈവേ ആണ് ഈ കാണുന്നത്, സേലം കൊച്ചിൻ ഹൈവേ. പണ്ടൊക്കെ ഇങ്ങനെ സ്റ്റെപ്പൊന്നുമില്ല എന്നാണ് എൻ്റെ കസിൻ പറഞ്ഞിട്ടുള്ളത്. ഈ വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് പാറയും കല്ലും അങ്ങനെ നിറഞ്ഞിട്ടുള്ളൊരു വഴിയായിരുന്നു പണ്ട്. അങ്ങനെ കുത്തനുള്ള സ്റ്റെപ്പ് കയറി ഏകദേശം പകുതി ഭാഗത്തോളം എത്തി. നമ്മൾ മുകളിലേക്ക് പോകും തോറും നമുക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂസാണ് നമുക്ക് മുകളിൽ നിന്ന് കാണാനുള്ളത്. ഏകദേശം അരമണിക്കൂർ എടുത്തു നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി എത്താൻ. മുകളിലേക്ക് എത്തിയതും മഹാദേവൻ്റെ അഭിഷേകത്തിനുള്ള ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാദേവൻ ഒരുപാട് നിന്ന് ഞാൻ തൊഴുതു. മഹാദേവനെ തൊഴുതിന് ശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ചു നേരം ഞാൻ അങ്ങനെ ഇരുന്നു. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ കാറ്റും ഒക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ അമ്പലത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങി. ഞാൻ മെല്ലെ അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ, കയറി വന്ന പോലെയല്ല. കയറി വരുമ്പോൾ നല്ലതുപോലെ കത്തിച്ചു. മുകളിൽ നോക്കുമ്പോൾ ഒരു വ്യൂ ആട്ടോ അത്. മുകളിൽ നോക്കുമ്പോഴൊരു വ്യൂ ആട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ കയറി വരുമ്പോൾ കതച്ചു, ഇറങ്ങിപ്പോകുമ്പോൾ വലിയ കത്തപ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും വന്നത് മുതലായി. നമ്മൾ കറക്റ്റ് സമയത്താണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ മഹാദേവനെ ഒരുപാട് തൊഴാൻ പറ്റി, ധാര കാണാൻ പറ്റി. അങ്ങനെ കുറേ പൂജയ്ക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റി. ഇതിൻ്റെ മുകളിലേക്ക് എത്തിയതിനു ശേഷം കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത്. എന്തായാലും കിതച്ച് മുകളിലേക്ക് എത്തിയാലും വന്നതെന്തായാലും തൃപ്തിയായി എനിക്ക്. നല്ലൊരു വ്യൂ ആട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാനുള്ളത്. നമ്മുടെ ഹൈവേ ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ കോയമ്പത്തൂർക്ക് തിരിയാന വഴി. പിന്നെ നമ്മൾ വരുമ്പോൾ കണ്ട റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നത്. അങ്ങനെ ഇറങ്ങി നമ്മളിത് ഏകദേശം എത്താറായി. ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ്. അപ്പോൾ ഏകദേശം കാലുമലൊക്കെ നല്ല മസിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കയറി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരേ സ്പോട്ട് ഉണ്ടാവും. അപ്പോൾ ആ സ്പോട്ടിൻ്റെ മുകളിലൊക്കെ ചിലതിൻ്റെ മുകളിലൊക്കെ ടാങ്ക് ഉണ്ട് കേട്ടോ, വെള്ളം കുടിക്കാൻ. അതിവിടെ തന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. കുപ്പിയൊക്കെ ആയിട്ട് വരെയായിരിക്കും നല്ലത് വെള്ളം പിടിക്കാൻ. അതിലത്തെ ഈ വാഷ് ബേസിൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കുടിക്കൊന്നുമില്ല. പക്ഷേ വെള്ളം പോണതൊക്കെ കണ്ടാൽ വെള്ളം കുടിക്കില്ല. ഉണ്ടല്ലേ, ഇത് വെള്ളമുണ്ട്. അപ്പോൾ കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് വെള്ളം പിടിക്കുകയായിരിക്കും നല്ലത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കയറി വരുന്നവിടെ തന്നെ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ്.
ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വിഘ്നേശ്വരൻ ഇരിക്കുന്നുണ്ട്, റൈറ്റ് സൈഡിൽ മുരുകൻ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അലൗഡ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അലൗഡ് എന്ന് പറഞ്ഞാൽ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് കയറാം. അപ്പോൾ ട്രൗസറൊന്നും ഇട്ട് അലോ ചെയ്യില്ല കേട്ടോ. പിന്നെ കള്ളിമുണ്ട്, ഫ്രോക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അങ്ങനത്തെ നോട്ട് അലൗഡ് അലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കയറുന്നവർ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഷൂവൊക്കെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ ഊരിട്ടിട്ട് പോയത്. നമ്മുടെ ഹെൽമെറ്റും ഓൺലി ബാഗ് മാത്രമാണ് ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ നമ്മുടെ ഷൂവൊക്കെ ഞാനിവിടെ ഇട്ട് പോയത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് മിസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നമ്മുടെ വണ്ടിയുടെ അടിയിലായിരുന്നു ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റും അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് പോയത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ നോക്കി വെച്ചാൽ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അടിയിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഈവനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഗുരുവായൂർക്ക് പിടിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയാലോ. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കോയമ്പത്തൂർ. നമ്മൾ ഇന്നലെ കോയമ്പത്തൂർ സ്റ്റേ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൈമിൽ എനിക്ക് കോയമ്പത്തൂർ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈമാണ്. കാരണം അധികം ട്രാഫിക്കൊന്നുമില്ല, നല്ല ഒരു നൈസായിട്ടുള്ളൊരു വെയിലും, പിന്നെ ഈ സിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആക്ച്വലി ഇവിടെ നമ്മുടെ മേട്ടുപ്പാളയം റോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ മേട്ടുപ്പാളയം റോട്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊടിയലൂരൊക്കെ എത്താനായിട്ട് മുന്നേ 2-3 ഫ്ലൈ ഓവേഴ്സിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നമ്മൾ ഇന്നലെ വരുമ്പോഴും തിരക്കുണ്ടായിരുന്നു. ഇപ്പം ഇന്നും ഇപ്പോൾ ഇത്ര സമയമായിട്ടില്ലെങ്കിലും കുറച്ച് തിരക്ക് കാണാനുണ്ട്. നമ്മുടെ RTX ഇരിക്കുന്നുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത വണ്ടിയാണ് RTX. പക്ഷേ നമ്മളത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ LNT റോഡ് നമ്മൾ കയറിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ മരുതമല ധർമ്മലിംഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ധർമ്മലിംഗമല. ഇന്നലെ നമ്മൾ കയറിയതാണ്. ഇന്ന് നല്ല അത്യാവശ്യം ക്രൗഡ് ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം ആൾക്കാർ അത്യാവശ്യം ഇറങ്ങി വരുന്നതും കയറി പോകുന്നതായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാനുണ്ട്. ഈ ക്യാമറയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, കാരണം അത്ര ലോങ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ കയറിപ്പോയ അമ്പലം. നമ്മൾ ഇന്നലെ വന്ന് കയറിയത് ഈ വഴിക്കാണ്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മൾ ഈ വഴിക്ക് തന്നെ പോവാമെന്ന് വിചാരിച്ചു. കാരണം ഈ മലയുടെ അവസ്ഥ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വഴിക്ക് വന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ നമുക്കൊരു വഴിയുണ്ട്. ആ വഴി ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ. ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. കണ്ടില്ലേ, മുകളിൽ റെയിൽവേ ട്രാക്ക്, അടിയിൽ കൂടെ ഒരു ബൈപ്പാസ്. ഇതിൽ കൂടെ കാറ് വരില്ല കേട്ടോ ഗൈസ്. കാറ് കൊണ്ടുവരാൻ പറ്റില്ല, ബൈക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റൂ. അവിടുന്ന് വന്നാൽ നമുക്കിവിടെ ഒരു അമ്പലം കാണാം. ആ അമ്പലത്തിൻ്റെ അവിടുന്ന് നമ്മൾ ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ഈ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹൈവേ കാണാം. ഹൈവേയുടെ ഫ്ലൈ ഓവർ കാണാം അവിടുന്ന് നേരെ നോക്കുമ്പോൾ. ബൈക്കിൽ വരുന്നവർക്കുണ്ടെങ്കിൽ ശരിക്കും എളുപ്പം ഈ വഴി തന്നെയാണ് കേട്ടോ. LNT വഴിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കുറച്ച് കറക്കാണത്. അങ്ങനെ നമ്മളിത് നമ്മുടെ പഴയ കോയമ്പത്തൂർ റോട്ടിലേക്ക് തന്നെ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത്. നമ്മൾ ആ വഴി കാറുകളൊക്കെ വരുന്നതാണ് മധുക്കര റോഡ്. അങ്ങനെ വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് എത്താറായി. അപ്പോൾ നമ്മുടെ മലകളുടെ ഒക്കെ ഒരു വ്യൂ കണ്ടില്ലേ. അപ്പോൾ കഴിച്ച് എൻ്റെ 25 വർഷമായിട്ടുള്ളൊരു 25 വർഷമല്ല, ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമാണ് ധർമ്മലിംഗം മലയുടെ മുകളിലേക്ക് ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നാളെ മേലൊക്കെ നിങ്ങൾ ആരെങ്കിലും പോകുന്നുള്ളവരുണ്ടെങ്കിൽ, പോകാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പോയിക്കോളൂ. നല്ല വെർത്തായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്, പോയി കാണാനുള്ളൊരു പ്ലേസ് തന്നെയാണ്. ഫാമിലി ആയിട്ട് വരികയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും പോവാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വയസ്സായ ആൾക്കാരുണ്ട്, എല്ലാവരും മെല്ലെ 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 ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. സുഖമായിട്ട് പോയിട്ട് തൊഴുതിട്ട് വരാൻ പറ്റുന്ന ഒരു അമ്പലം കൂടിയാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് തരാനും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം.